ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അർദ്ധരാത്രിയാണ്, നല്ല കാറ്റും മഴയുമുണ്ട്. കടലിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ കോസ്റ്റൽ ഗാർഡുകൾ ഇൻഫർമേഷൻ നൽകി കഴിഞ്ഞു. ഇപ്പൊ അവരുടെ ക്യാപ്റ്റനെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടീമിനോട് പറയുന്നുണ്ട്, ഒരിക്കലും നമ്മളുടെ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ഹോപ്പ് അത് നഷ്ടപ്പെടുത്തരുത്. തീർച്ചയായിട്ടും അവരെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ജീവൻ പണയം വെച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോയിരിക്കും. പിന്നീട് ആ രാത്രിയിൽ തന്നെ കടലിലേക്ക് ഒരു ടീം തന്നെ പോകുന്നുണ്ട്. ഇതേ നേരം കടലിൽ കാണിക്കുകയാണ്, ഭ്രാന്ത് പിടിച്ചിളകി മറിയുന്ന ആ കടലിൽ കുറച്ച് യുവാക്കൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവർ വന്നിരിക്കുന്ന ആ ബോട്ട് അത് തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. കഴിക്കാനോ കുടിക്കാനോ ഒന്നും അവരുടെ കയ്യിലില്ല. ഇത്രയും നേരം അവരെങ്ങനെ സർവൈവ് ചെയ്തു എന്ന് അവർക്ക് പോലും അറിയില്ല. അവർ കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ പാക്കറ്റുകൾ തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് അത് എടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? നരഭോജികളായ സ്രാവുകൾ ആ വെള്ളത്തിലേക്ക് അവരിറങ്ങിയാൽ അപ്പം തന്നെ അവരെ കടിച്ചു കീറാനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇവരൊരു ലൈറ്റ് ഹൗസ് കാണുകയാണ്. ഇവർക്ക് സമാധാനമായി. രക്ഷപ്പെട്ടല്ലോ, കുറച്ചുകൂടെ പോയാൽ കരയിലേക്ക് എത്താലോ. ഭ്രാന്ത് പിടിച്ച് ഇളകി മറിയുന്ന ആ കടലിലേക്ക് ഇവരിറങ്ങുകയാണ്. കുറച്ച് മുന്നോട്ടേക്ക് നീന്തിപ്പോയി. അപ്പോഴാണ് ആ ചതി അവർക്ക് മനസ്സിലാവുന്നത്. അത് വെറും അവരുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. ഇളകി മറിയുന്ന ആ കടലിൽ വീണ്ടും അവർ ഒറ്റപ്പെട്ടു പോവാണ്. ശരിക്കും കടലിലേക്ക് പോയ ഈ യുവാക്കൾക്ക് എന്താ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി കുറച്ച് സമയം പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. ഇപ്പോ ഒരു ജിമ്മ് കാണിക്കുന്നുണ്ട്. അവിടെ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന രണ്ടുപേരെ കണ്ടോ? നീല തൊപ്പിയിട്ട ആളുടെ പേര് കൂപ്പർ, അതുപോലെ തന്നെ കറുത്ത തൊപ്പിയിട്ട ആളുടെ പേര് സ്മിത്ത് എന്നാണ്. രണ്ടുപേരും നന്നായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവർ നല്ല സ്പോർട്സ് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അമേരിക്കയുടെ റഗ്ബി പ്ലെയർ ടീമിലുള്ള ആൾക്കാരാണ് ഈ രണ്ടുപേരും. അവർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്ന ആള് നിക്കാണ്. മൂന്ന് പേര് നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ. അങ്ങനെ അന്ന് രാത്രി ഇവർ മൂന്ന് പേരും അവരുടെ ഫാമിലിയൊക്കെയായിട്ട് ഫുഡെല്ലാം കഴിച്ച് ജസ്റ്റ് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ടീമിൽ നാലാമത്തെ ആൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആളുടെ പേര് വില്ല് എന്നാണ്. ആദ്യം ഒരു പ്ലെയർ ആയിരുന്നു. എന്നാൽ ജോലിയെല്ലാം കിട്ടി ഇപ്പൊ ഒരു കമ്പനിയിൽ കയറി. ഈ കമ്പനിയിൽ നിന്നും അവന്റെ ജോലി ഇപ്പൊ പോയിട്ടുണ്ട്. ആള് നല്ല ടെൻഷനിലാണ്. അപ്പൊ കൂപ്പർ സ്മിത്തും പറയുന്നുണ്ട്, നീ വെറുതെ ടെൻഷൻ അടിക്കുന്നു വേണ്ട, ചില്ല് ചെയ്യ്. പിന്നെ നമുക്കൊന്ന് ഓക്കെ ആക്കാൻ ഈ വരുന്ന സാറ്റർഡേ നമുക്കൊന്ന് കടലിലേക്ക് ഫിഷിങ്ങിന് പോയാലോ, എല്ലാവരും ഒന്ന് റീഫ്രഷ് ആവുകയും ചെയ്യും. എന്താ ഓക്കെ അല്ലെന്ന് ചോദിക്കാം. അങ്ങനെ ഇവർ നാലുപേരും ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലെ തന്നെ നിക്ക് നേരത്തെ എഴുന്നേറ്റ് എല്ലാവർക്കും കഴിക്കാനുള്ള സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. ഇതേ നേരത്താണ് വില്ല അങ്ങോട്ടേക്ക് അവനെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. വന്ന് നോക്കിയ പാട് തന്നെ നിക്ക് എല്ലാ പ്രിപ്പറേഷനും ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കോട്ടിട്ട് അവൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ വില്ല അവനെ കളിയാക്കുകയാണ്, എന്തുവാടെ പഴഞ്ചൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഫിഷിങ്ങിന് വരുന്നത്? അപ്പൊ നിക്ക് പറയണത്, എടാ ഇത് എന്റെ അമ്മ തന്ന കോട്ടാണ്. ഇത് കൂടെയുള്ള സമയത്ത് ഒരു എന്താ പറയാ, അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ആവും. അതുകൊണ്ട് വെറുതെ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട, ഞാൻ എന്തായാലും ഇതിടും. ഓക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ നിക്കിന്റെ വൈഫ് ഞങ്ങള് വരികയാണ്. അവൾക്ക് ചെറിയൊരു പേടിയുണ്ട് ഇവരിങ്ങനെ കടലിലേക്ക് പോകുന്നതില്. അപ്പൊ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ ടാബ്ലറ്റ് ഒക്കെ നീ എടുത്തില്ലേ? അതായത് നമ്മുടെ നിക്കിന് കടലിലേക്ക് പോയാൽ അപ്പൊ വൊമിറ്റിംഗ് വരും. സോ ഛർദിക്കുള്ള ടാബ്ലറ്റ് ഒക്കെ എടുത്തോന്നാ ചോദിക്കുന്നത്. അപ്പൊ നിക്ക് പറയാണ്, നൗള എനിക്കറിയാം നിനക്ക് നല്ല പേടിയുണ്ടെന്ന്, പക്ഷെ പേടിക്കണ്ട, ഞാൻ പോകുന്നത് എന്റെ കൂട്ടുകാരുടെ കൂടെയാ, എനിക്കൊന്നും പറ്റില്ല ഡാർലിംഗ്, ഞാൻ എന്തായാലും പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് അവർ രണ്ടുപേരും നേരെ കൂപ്പറിന്റെ വീട്ടിലേക്ക് പോകണം. അവിടെ ചെറിയൊരു ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ആ ഒരു ബോട്ട് വെച്ചാണ് ഇവർ നേരെ കടലിലേക്ക് പോകാൻ പോകുന്നത്. പിന്നീട് കൂപ്പറിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് നിക്ക് പോവാണ്. നോക്കുമ്പോ എന്താ, കൂപ്പർ അവന്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വിഷയം എന്ന് നിക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കൂപ്പർ പറയാണ്, എടാ ഈ വീട് ഞാൻ റെന്റിന് നിൽക്കുന്നതാണ്, കുറച്ചധികം വർഷമായിട്ട് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, വാടകയെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്, ഇനിയും വാടക കൊടുക്കാൻ ഞാൻ ഓക്കെയാണ്, കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം, പക്ഷേ അതിന്റെ ഓണർ എന്തോ ഒഴിഞ്ഞു തരണം എന്നാ പറയുന്നത്. ഒഴിഞ്ഞു പോകല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്തോ ഒരു വിഷമം പോലെ, മനസ്സിനൊരു കുറെ കാലം നിന്നല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട്. കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് കൂപ്പർ സംസാരിക്കുന്നത് കേട്ടോ. എനിക്കിനത് മനസ്സിലായി. എന്തായാലും ഇവർ ഫിഷിങ്ങിന് പോകാൻ നിൽക്കുകയാണല്ലോ. അപ്പൊ അതിന് മുന്നേ കൂപ്പർ അവന്റെ ഭാര്യയോടും മകളോടും യാത്ര പറയുന്നുണ്ട്, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ നേരെ ബീച്ച് സൈഡിലേക്ക് പോവാണ് കേട്ടോ. സ്മിത്ത് കൊണ്ടുവന്ന ആ ഒരു ബോട്ടെല്ലാം അവിടെ റെഡിയാണ്. അപ്പൊ അവിടെ എത്തിയ പാട് തന്നെ എല്ലാവരും ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഇവരുടെ മൊബൈൽ ഫോൺ എടുത്തൊരു കവറിൽ ഇട്ട് വെക്കുകയാണ്. ഒരു ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അതാണ്. ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക, എന്നാലേ ആ ഒരു ട്രിപ്പ് നമുക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഫോണുകൾ എടുത്തു വെച്ചു. പിന്നീട് ബോട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കൂപ്പർ ഒരു കാര്യം പറയുന്നുണ്ട്, ഡാ ഇന്ന് മീൻ പിടിക്കാൻ പോവാണ്, പക്ഷേ ഇനിയിപ്പോൾ മീനിനെ കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിക്കണം. കാരണം വെതർ കുറച്ച് മോശമാകാൻ പോവാന്ന് ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു എന്ന് പറയണം. അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ വില്ലിനൊരു പേടിയാവുന്നുണ്ട്. അപ്പൊ കൂപ്പർ പറയണം, നീ എന്തിനാണ് ഈ പേടിക്കുന്നത്? ഇനിയിപ്പോ വെതർ മോശമാണെങ്കിലും നമ്മുടെ കയ്യിൽ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്, ഫുഡ് ഉണ്ട്, ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റേഡിയോ സിഗ്നൽസ് ഉണ്ട്, ഇനി പെട്ടുപോയാലും യാതൊരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ ഇപ്പൊ വില്ലും ഓക്കെയാണ്. അങ്ങനെ 4 പേരും കൂടെ നേരെ കടലിന്റെ ഉള്ളിലേക്ക് ഫിഷിങ്ങിനായിട്ട് പോവാണ്. സൂര്യൻ ഏകദേശം ഉദിച്ചു വരുന്നുണ്ട്. ഇതേ നേരം തന്നെ കരയിൽ നിക്കിന്റെ അമ്മയായിട്ടുള്ള മാർസിയെ കാണിക്കുകയാണ്. അവര് രാവിലെ തന്നെ ഒരു വാർത്ത കണ്ടു കേട്ടോ. കൊടുങ്കാറ്റും മഴയൊക്കെ വരാൻ പോവാണ്, അതുകൊണ്ട് തന്നെ കടലിലേക്ക് ആരും മീൻ പിടിക്കാൻ പോകരുത് എന്നുള്ള വാണിംഗ് ആയിരുന്നു. അത് കണ്ടപാട് തന്നെ മാർസി ഇപ്പൊ നിക്കിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ മാർസി അവരുടെ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, അതായത് നിക്കിന്റെ അച്ഛനെ. അപ്പൊ തന്നെ നിക്കിന്റെ അച്ഛനും അവനെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഫോൺ റിങ്ങിയല്ലാതെ ആരും ഫോൺ എടുക്കുന്നില്ല. കാരണം ഇതെല്ലാം ഒരു പാക്കറ്റിലാക്കി എടുത്തു വെച്ചിരിക്കുകയാണല്ലോ, ട്രിപ്പ് ആഘോഷിക്കാനായിട്ട്. നമ്മുടെ 4 പിള്ളേരും ആണെങ്കിൽ ചൂണ്ടയിട്ട് 4 ഭാഗത്തായിട്ട് ഇരുന്നുകൊണ്ടിരിക്കാം. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ നിക്ക് അവന് നന്നായിട്ട് ഛർദ്ദിക്കാൻ വരുന്നത്. അവന്റെ ഭാര്യ ഓൾറെഡി പറഞ്ഞാണ് കടലിലേക്ക് പോകുമ്പോൾ ടാബ്ലറ്റ് എടുത്തു വന്നത്. എന്നാൽ വലിയ ആളായിട്ട് ഇത്തവണ വേണ്ട, ഞാൻ ഓക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് വന്നയാ. അപ്പോൾ കൂപ്പർ കളിയാക്കാണ്, എടാ നിന്റെ ഭാര്യ പറഞ്ഞൊന്ന് കേട്ടൂടായിരുന്നു, വെറുതെ വലിയ ആളാവാൻ
നോക്കിയിട്ടല്ലേ ഇപ്പൊ ഈ അവസ്ഥയിൽ കിടക്കുന്നത്, ഛർദിച്ച് വാള് വെച്ച് അവനൊരു മൂലയ്ക്കായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരും പറഞ്ഞ് 3 പേരും അവനെ ചുമ്മാ കളിയാക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ചില്ലിങ്, അത്രേ ഉള്ളൂ. സീരിയസ് ആയിട്ടുള്ള കളിയാക്കലൊന്നുമല്ല. എന്തായാലും ഇതിനുശേഷം കരയിൽ നിന്നും ഒരു 100 കിലോമീറ്റർ അപ്പുറത്തായിട്ട് നമ്മുടെ കൂപ്പർ എപ്പോഴും പോവാറുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ പോയി അത്യാവശ്യം നല്ലോണം മീൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോയി അവിടെ ഇപ്പം നങ്കൂരി ഇടുകയാണ്. പിന്നീട് അവിടെ വെച്ച് തന്നെ ഫിഷിംഗ് ആരംഭിക്കുകയാണ്. കൂപ്പർ വിചാരിച്ചതുപോലെ തന്നെ നല്ല നല്ല ഫിഷ് ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് നല്ല വലുപ്പമുള്ളത്. ഇവർക്ക് ഭയങ്കര സന്തോഷമായി, നല്ല ജോളിയായിട്ട് തന്നെ കുറച്ചു നേരം അവരവിടെ ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ അല്പനേരം കഴിഞ്ഞ സമയത്ത് തന്നെ വാർത്തയിൽ പറഞ്ഞതുപോലെ ക്ലൈമറ്റ് ചെറുതായിട്ടൊന്ന് മാറുകയാണ്. കാർമേഘെല്ലാം ഇരുണ്ട് മൂടാൻ തുടങ്ങുകയാണ്. കുറച്ച് അകലെയായിട്ട് മഴ പെയ്യുന്നതും ഇവർ കാണുകയാണ്. കാറ്റിന്റെ സൂചനയും കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂപ്പർ പറയാണ്, എടാ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, വേഗം തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് സ്മിത്തിനോട് നങ്കൂരം വലിക്കാൻ വേണ്ടി പറയണം. എന്നാൽ സ്മിത്ത് എത്ര നോക്കിയിട്ടും നങ്കൂരം വലിച്ചിട്ട് കിട്ടുന്നില്ല. അത് താഴെ എവിടെയോ പോയിട്ട് കൊളത്തി നിൽക്കുകയാണ്. സ്മിത്ത് ഇപ്പോൾ ബാക്കിയുള്ള 3 പേരെയും വിളിച്ച് അങ്ങനെ ഇവർ 4 പേര് ഒരുമിച്ച് നിന്നിട്ട് വലിച്ചിട്ടും ആ നങ്കൂരം അനങ്ങുന്നില്ല. അതായത് താഴെ എവിടെയോ അത് ലോക്ക് ആയി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ കൺഫ്യൂഷൻ അടിച്ച് ഇവർ 4 പേര് നിൽക്കുമ്പോൾ നമ്മുടെ കൂപ്പർ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ബോട്ട് കുറച്ച് സ്പീഡിൽ മുന്നോട്ടേക്ക് എടുത്തു നോക്കാം. അത് ചെറിയ എവിടെയെങ്കിലും കുടിയും കെടുക്കുകയാണെങ്കിൽ അതങ്ങ് പൊങ്ങി വന്നോളുമല്ലോ. അപ്പൊ കൂപ്പർ പറഞ്ഞതുപോലെ ബോട്ട് ഒന്ന് ഓണാക്കിയിട്ട് മുന്നോട്ടേക്ക് ഒറ്റ എടുക്കലാണ്. പക്ഷേ ആ നങ്കൂരം നന്നായിട്ട് എവിടെയോ ലോക്ക് ആയി പോയിട്ടുണ്ട്. അത് അവിടുന്ന് അനങ്ങിയില്ല. പക്ഷേ പകരം സംഭവിച്ച കാര്യം എന്താ വെച്ചാൽ ഇവരുടെ ബോട്ടിന്റെ ഈ ബേക്ക് ഭാഗം ഉണ്ടല്ലോ, അത് വെള്ളത്തിലേക്കൊന്ന് പ്രസ് ആയി പോവാണ്. മുൻഭാഗം ചെറുതായിട്ടൊന്ന് പൊന്തി. ഇങ്ങനെ സംഭവിക്കുന്ന ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ അതേ നേരം തന്നെ ക്ലൈമറ്റ് കാരണം കുറച്ചധികം തിരമാല കുറച്ച് ഹൈറ്റിൽ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരികയാണ്. ഓൾറെഡി ബോട്ടിന്റെ മുൻഭാഗം ഒന്ന് പൊന്തി നിൽക്കാണല്ലോ, ഇവിടേക്ക് ഈ തിരമാല വന്ന് ഒറ്റ അടിയാണ്. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. ഇവരുടെ ആ ഒരു ബോട്ട് തലകീഴായി മറിഞ്ഞു പോവാണ്. എന്നാൽ 4 പേർക്ക് നന്നായിട്ട് നീന്താൻ അറിയുന്നത് കൊണ്ട് മാത്രം എങ്ങനെയൊക്കെയോ അതിന്റെ അടിയിൽ നിന്ന് നീന്തി മുകളിലേക്ക് വന്നിട്ട് ആ ബോട്ടിന്റെ മുകളിൽ അങ്ങനെ അള്ളി പിടിച്ചു നിൽക്കുകയാണ്. നമ്മുടെ വില്ല് നന്നായിട്ട് പേടിച്ചു പോയി കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ച് അവൻ ആകെ പാനിക്കായിരിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ കൂപ്പർ പറയാണ്, വില്ലേ നീ പേടിക്കാതിരിക്കുക, നമ്മൾ 4 പേരില്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ബോട്ട് മറിച്ചിടാൻ നോക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു സൈഡിലേക്ക് വന്നിട്ട് പരമാവധി 4 പേരും അത്യാവശ്യം ആരോഗ്യമുള്ളവരാ, പരമാവധി ആ ഒരു ബോട്ടിനെ മറിച്ചിടാൻ വേണ്ടി ഇവർ നോക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും നടക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഇവർ 4 പേരും ഒരുപോലെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ നേരത്താണ് ഈ ഒരു ബോട്ട് വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോകുന്നതായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത്. കാരണം ബോട്ടിന്റെ പിറകു ഭാഗത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു നങ്കൂറും അതിന്റെ ആ ഒരു റോപ്പും അത് പതിയെ പതിയെ താഴേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആ ഒരു റോപ്പ് കട്ട് ചെയ്ത് കളയണം. സോ അതിനായിട്ട് നമ്മുടെ കൂപ്പർ തന്നെ വെള്ളത്തിന് അടിയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പോവാണ്. കാരണം കുറച്ചധികം നന്നായിട്ട് നീന്താൻ അറിയുന്നത് അവനാണ്, അത്യാവശ്യം ധൈര്യവും അവനുണ്ട്. അങ്ങനെ വെള്ളത്തിന് അടിയിലേക്ക് ഊളിയിട്ട് പോയി അവൻ ആ ഒരു കയർ എങ്ങനെയൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് ബോട്ടിന്റെ പിറകിലുണ്ടാവുന്ന ആ ഒരു പ്രൊപ്പല്ലർ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഫാനിൽ ഈ ഒരു കയറിട്ട് ഒരതി ആ കയർ മുറിച്ച് കളയാണ്. അതുകൊണ്ട് തന്നെ നങ്കൂരത്തിൽ നിന്നും ബോട്ട് ഇപ്പൊ ഫ്രീ ആവുകയാണ് കേട്ടോ. പക്ഷെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോട്ട് ഈ വെള്ളത്തിന് മുകളിൽ ഫ്രീ ആയി നിന്നല്ലോ. സോ വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്കനുസരിച്ച് ഇനി ബോട്ടിന് ഉൾക്കടലിലേക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കടൽ തീരത്തേക്കും വരാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ 4 പേരും ഇപ്പൊ അത്യാവശ്യം നല്ല ഭയത്തിലാണ്. ഇതേ നേരത്ത് തന്നെ നമ്മുടെ നിക്കിന്റെ ഭാര്യയായിട്ടുള്ള നവളയെ കാണിക്കുകയാണ്. അവളും വാർത്തയിൽ ഈ കാര്യമൊക്കെ കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം കടലിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സിറ്റുവേഷൻ കുറച്ച് മോശമാണ്, കാലാവസ്ഥ വളരെ ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിക്കിന്റെ ഫോണിലേക്ക് വേഗം തന്നെ നവളെ വിളിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നില്ല, കോള് കണക്ട് ആവുന്നില്ല. ഇതിനുശേഷം വീണ്ടും നമ്മുടെ കൂപ്പറിനെയും ടീമിനെയും കാണിക്കുകയാണ്. 4 പേരും ഇപ്പോഴും ആ ഒരു ബോട്ട് മറിച്ചിടാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6 മണിക്കൂറായി. എത്രയൊക്കെ നോക്കിയിട്ടും ആ ബോട്ട് പഴയതുപോലെ ആക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നേയില്ല. പോരാത്തതിന് ഇപ്പൊ രാത്രി ആവാനും ആയിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. ആ സമയത്താണ് നിക്ക് പറയുന്നത്, എടാ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഈ ബോട്ടിന്റെ ഉള്ളിലില്ലേ, നമുക്കത് പോയി എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടപാട് തന്നെ വെള്ളത്തിനടിയിലേക്ക്, അതായത് ബോട്ടിന്റെ ഉള്ളിലേക്ക് ആരായിരിക്കും പോവാ? മറ്റാരുമല്ല, കൂപ്പർ തന്നെ. അപ്പൊ പോകുന്നതിന് മുന്നേ അവന്റെ ആ ഒരു ഷർട്ടും കാര്യങ്ങളൊക്കെ കോരിയിടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിക്ക് പറയുന്നുണ്ട്, എടാ ഷർട്ട് ഊരല്ലേ, കൂടുതലായിട്ട് നിന്റെ ദേഹത്തേക്ക് തണുപ്പ് കയറുന്നു പറയാണ്. അപ്പൊ കൂപ്പർ പറയാണ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് ഊരി അവൻ നേരെ ബോട്ടിനടിയിലേക്ക് പോവാണ്. പിന്നീട് ഒരു ലൈഫ് ജാക്കറ്റ് എല്ലാം എടുത്തിട്ടാണ് മുകളിലേക്ക് കയറി വരുന്നത്. പിന്നീട് വില്ലും താഴേക്ക് പോയിട്ട് 1-2 കൂടെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഇവർക്ക് ഒരു ഫ്ലെയർ ലൈറ്റും കിട്ടുന്നുണ്ട്. അതായത് ഈ അപകട സമയത്ത് നമ്മുടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് തന്നെ. സോ അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ ഇവരുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ നേരത്താണ് കുറച്ച് അപ്പുറത്ത് കൂടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ബോട്ട് പോകുന്നത് ഇവർ കാണുന്നത്. 4 പേരും ഒച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കടലും അതിന്റെ ആ ഒരു ശബ്ദത്തിന്റെ ഇടയിൽ നിന്നും ഇവര് വിളിക്കുന്നതൊന്നും മറ്റേ ആ പോയ ടീം കേൾക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കൂപ്പർ അവന്റെ കയ്യിൽ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ, അത് വേഗം പൊട്ടിച്ച് അതിന്റെ ലൈറ്റ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഇതൊരു ഫ്ലെയർ ഗൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ആ ഒരു ബോട്ടിന്റെ മുകളിൽ നിന്നിട്ടാണ് ആ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നത്. നല്ല വെളിച്ചുണ്ടെങ്കിലും അത്ര ഉയരത്തിലല്ലല്ലോ ഈ വെളിച്ചം ഇപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ബോട്ടിലുള്ളവർ ഈ ഫ്ലെയറിന്റെ വെളിച്ചവും കാണുന്നില്ല. ഒരു ഫ്ലെയർ ഗൺ ആയിരുന്നെങ്കിൽ മേ ബി അവർ കണ്ടേനെ. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്ലെയർ മുഴുവനായിട്ടും കത്തി തീരുകയാണ് കേട്ടോ. ഇവരാകെ ഒരു ഹോപ്പ്ലെസ് ആയി പോവാണ്, ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടതുപോലെ. ഇനി എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് ഇവർക്ക് 4 പേർക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതേ നേരം തന്നെ നിക്കിന്റെ വൈഫിനെ, അതായത് നവളയെ കാണിക്കുകയാണ്. അവൾ എന്തായാലും വേഗം നിക്കിന്റെ അമ്മയെ, അതായത് മാർസിയെ വിളിക്കുകയാണ്. ഇതുപോലെ ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, വിളിച്ചിട്ട് കണക്ട് ആവുന്നില്ല, എന്തോ പ്രശ്നം ഉണ്ടാവുക, നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ മാർസിയും ആകെ ടെൻഷൻ
മനസ്സിലാവുന്നുണ്ട്, മോള് പേടിക്കേണ്ട, നമുക്ക് എന്തായാലും ഒരു വഴി ഉണ്ടാക്കാന്ന് പറയാണ്. ഇതേ നേരം തന്നെ നിക്ക് ആ ഒരു ബോട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവരുടെ എല്ലാവരുടെയും ഫോൺ ഒരു കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ഓരോരുത്തരും അവരുടെ ഫോൺ ഉപയോഗിച്ച് എമർജൻസി നമ്പറിലേക്ക് വിളിക്കാൻ നോക്കുമ്പോൾ ഒരു കാരണവശാലും കണക്ട് ആവുന്നില്ല. കാരണം സിഗ്നൽ ഇല്ല, 0 ആയി കിടുകയാണ്. ആകെ ഇവർ 4 പേരും പരിഭ്രാന്തരായിട്ട് നിൽക്കുകയാണ്. ആ നേരത്താണ് മറ്റൊരു വലിയ തിരമാല വന്നിട്ട് ഇവരുടെ ആ ഒരു ബോട്ടിലേക്ക് ഒരൊറ്റ അടി അടിക്കുന്നത്. പിന്നീട് എന്താ സംഭവിക്കുക? 4 പേര് 4 ഭാഗത്തേക്ക് തെറിച്ചു പോയിട്ട് വീഴുകയാണ്. ശ്വാസം മുട്ടിയും ആ ഒരു വെള്ളത്തിൽ താന്നും പൊങ്ങിയും 4 പേര് നന്നായിട്ട് കഷ്ടപ്പെടുകയാണ്. ഇതിനിടയിൽ കൂപ്പർ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ദാ ബോട്ട് ഈ ഭാഗത്തുണ്ട്, എല്ലാവരും ഇങ്ങോട്ടേക്ക് നീന്തി വാന്ന്. അങ്ങനെ ഇവർ 4 പേരും ബോട്ടിൽ ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും നീന്തി പോവാണ്. കൂപ്പറും സ്മിത്തും നിക്കും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു വിധത്തിൽ അതിൽ അള്ളി പിടിച്ച് നിൽക്കുകയാണ് ഇവര്. എന്നാൽ അവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന വില്ലിന്റെ കാലില് ഷാർപ്പായിട്ടുള്ള എന്തോ ഒന്ന് തട്ടിപ്പോയി. കാലിൽ നല്ല മുറിവാകുകയാണ്. മാത്രമല്ല ഈ തണുപ്പത്ത് ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അസഹനീയമായ വേദനയായിരിക്കും. അങ്ങനെ ആ ഒരു വേദനയോട് കൂടിയിട്ടാണ് വില്ല് വന്നിട്ട് ആ ഒരു ബോട്ടിന്റെ മുകളിലേക്ക് അള്ളി പിടിച്ച് നിൽക്കുന്നത്. ഇതേ നേരം തന്നെ ബീച്ച് സൈഡിൽ കാണിക്കുകയാണ്. ഇവർ 4 പേരും വന്ന ആ ഒരു കാർ ഉണ്ടല്ലോ, അത് അവിടെ സൈഡാക്കി വെച്ചിരിക്കുകയാണ്. ആ രാത്രിയിൽ പെട്രോളിങ്ങിന് വന്ന ഒരു പോലീസുകാരൻ ആ വണ്ടി കാണുന്നുണ്ട്. ആക്ച്വലി ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നത്. കാരണം എന്താണെന്നറിയോ, നൗളയും അതുപോലെ തന്നെ നിക്കിന്റെ അമ്മയായിട്ടുള്ള മാർസിയും കൂടെ ഓൾറെഡി കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 4 പേര് ഫിഷിങ്ങിന് പോയിട്ടുണ്ട്, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ലാന്ന്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഈ നേരത്തെ ഒരു പോലീസുകാരൻ ഇങ്ങോട്ടേക്ക് വന്നത്. വന്നു നോക്കുമ്പോൾ ഒരു വണ്ടി അവിടെ കാണാനുണ്ട്, അതുപോലെ തന്നെ പോയ ആൾക്കാരുടെ ഡീറ്റെയിലും അവരെടുത്തിട്ടുണ്ട്. പിന്നീട് ഇവരുടെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് പോയിട്ട് വിവരങ്ങൾ പറയാണ്. ക്യാപ്റ്റൻ ചോദിക്കുകയാണ്, ആരാണ് ആ 4 പേര്? 4 പേരുടെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂപ്പർ, സ്മിത്ത്, നിക്ക്, വില്ല്. 4 പേരും റഗ്ബി പ്ലേയേഴ്സ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെലിബ്രിറ്റികളാണ്. പക്ഷെ ഇവിടെ വെച്ചാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ ക്യാപ്റ്റൻ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നത്. റഗ്ബി പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ 4 പേരുടെ ബോഡി നല്ല ഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കടലിൽ ആ തണുപ്പത്ത് പെട്ടുകിടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ ശരീരത്തിൽ ബോഡി ഫാറ്റ് കുറവായതുകൊണ്ട് തന്നെ തണുപ്പ് വളരെ വേഗത്തിൽ അവരുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യും. ഇനിയിപ്പോൾ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും തണുപ്പുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മേ ബി അവർ വേഗം ടയേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പോരാത്തതിന് അവരുടെ ബോഡി തളർന്നു പോകും, അവർക്ക് ഹാലൂസിനേഷൻ വരാം. അതുകൊണ്ട് നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ നമ്മൾ കടലിലേക്ക് അയക്കണം, സെർച്ചിങ് ആരംഭിക്കണം. ഇപ്പൊ കടലിൽ കാണിക്കുകയാണ്. ക്യാപ്റ്റൻ ഗസ് ചെയ്തതുപോലെ തന്നെ ആ ടീമിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള ആള് കൂപ്പർ. അവന്റെ ബോഡി കണ്ടാൽ അറിയാം അവന്റെ ദേഹത്ത് ഒരു തരി പോലും ഫാറ്റ് ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ കടലിലെ ആ ഒരു തണുപ്പും ആ ഒരു ഉപ്പുവെള്ളം അവന്റെ ബോഡിയെ നന്നായിട്ട് എഫക്ട് ചെയ്യാണ്. അവന്റെ ശരീരത്തിലേക്ക് തണുപ്പ് പെട്ടെന്ന് കയറുന്നുണ്ട്. ശരീരം തളർന്നു പോവാണ്. അവന് ഹാലൂസിനേഷൻ വരുന്നുണ്ട്. തളർന്നു പോയി നിക്കിന്റെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കൂപ്പർ പറയണ, എടാ എനിക്ക് വയ്യടാ, എനിക്ക് എന്റെ മകളെയും ഭാര്യ ഒന്ന് കാണടാ, എനിക്കെന്തോ ഞാൻ മരിക്കുന്നത് പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട് എന്ന് കൺട്രോൾ പോയിട്ട് അവനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ നിക്ക് പറയണ, കൂപ്പറെ നീ പേടിക്കല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. മാത്രമല്ല കൂപ്പർ ഇതുപോലെ തണുത്ത് വിറയ്ക്കുന്നത് കൊണ്ട് തന്നെ നിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ അവസാനത്തെ ഫ്ലെയർ കൂടെ ഓണാക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ ചൂട് അതിൽ നിന്നും കിട്ടും. ആ ഒരു ചൂടിൽ ഇവർ തൽക്കാലം ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ആ തണുപ്പിൽ നിന്നും ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നീട് ആ ഒരു കോസ്റ്റ് ഗാർഡിന്റെ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ കൂപ്പറിന്റെ ബോഡി ഏകദേശം തളർന്നു കഴിഞ്ഞു. അവന്റെ ബോധം നഷ്ടമായി. പതിയെ പതിയെ അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ക്യാപ്റ്റനെ കാണിക്കുകയാണ്. ക്യാപ്റ്റൻ പറയാണ്, ഒരു ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലൈറ്റുമായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുക, സെർച്ച് എത്രയും പെട്ടെന്ന് തുടങ്ങുക. പിന്നീട് ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്ററും ചെറിയൊരു ജെറ്റുമായിട്ട് അവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ കാലാവസ്ഥ അത് അവർ വിചാരിച്ചതിനേക്കാൾ മോശമായിരുന്നു. നല്ല കാറ്റ്, മഴ, ഇളകി മറിയുന്ന കടൽ, പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന ആ ഒരു പത, ഇതെല്ലാം കാരണം ഇവർക്ക് എവിടെയാണ് ഇവർ പെട്ടുകിടക്കുന്നതെന്ന് സ്പോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അത്രയും വിസിബിലിറ്റി വളരെ ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്ററും മറ്റേ ഒരു ചെറിയ ജെറ്റും കൂടെ താഴ്ന്നു പറന്ന് സെർച്ചിങ് ആരംഭിക്കുകയാണ്. എന്നിട്ടും ആ ഒരു സെർച്ചിങ് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് മാറുകയാണ്. മഴ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം, അതിന്റെ കൂടെ കാറ്റും. ഇതേ സമയത്ത് തന്നെ നിക്കിന്റെ ഭാര്യയായിട്ടുള്ള നൗള നമ്മുടെ കൂപ്പറിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. പോയി നോക്കുമ്പോൾ കൂപ്പറിന്റെ ഭാര്യ ഒരു പ്രാന്തിയെ പോലെ വീട് മുഴുവനായിട്ടും സാധനങ്ങളെല്ലാം വലിച്ചിട്ട് എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂപ്പറിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി പോയ 4 പേരും പെട്ടുകിടക്കുകയാണ്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു വഴി അവൾക്കറിയാം. അതെന്താന്ന് വെച്ചാൽ കൂപ്പർ എപ്പോഴും കടലിൽ ഫിഷിങ്ങിന് പോകുന്ന ഒരു സ്പോട്ട് ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു GPS എപ്പോഴും അവൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അത് നേരത്തെ ഉപയോഗിച്ച ഒരു മെഷീൻ ഇവിടെ എവിടെയോ അവൻ വെച്ചിരിക്കുകയാണ്. സോ ആ മെഷീൻ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, കോസ്റ്റ് ഗാർഡിന് അത് കൈമാറുകയാണെങ്കിൽ അവർ നിലവിൽ എവിടെയാണെന്ന് എളുപ്പത്തിൽ തന്നെ ആ ഒരു കോസ്റ്റ് ഗാർഡിന് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് കേട്ടപാട് തന്നെ നേരത്തെ എങ്ങനെയാണോ കൂപ്പറിന്റെ ഭാര്യ ആ സാധനം പരിശോധിച്ചത്, അതുപോലെ തന്നെ നൗളയും അവിടെ ആകെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാവം ആ ഒരു പെണ്ണിനെ അറിയില്ലല്ലോ, അവളുടെ ഹസ്ബൻഡ് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം മരിച്ച പോലെ തന്നെ. ഇതേ സമയത്ത് തന്നെ കടലിൽ സെർച്ചിങ്ങിന് പോയ കോസ്റ്റൽ ഗാർഡിനെ കാണിക്കുകയാണ്. ഇത്രയും ശക്തമായ മഴയും അതുപോലെ തന്നെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കടലും, ഇതിനിടയിൽ നിന്നും അവർക്ക് ഇവരെ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മുത്ത് തേടുന്നത് പോലെയാണ്. അവരെ കൊണ്ട് അതിന് കഴിയില്ല. പരമാവധി അവർ ശ്രമിച്ചു. അവരിപ്പോ ക്യാപ്റ്റനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നോക്കി, വേറൊന്നും തോന്നരുത്, ഇനി എവിടെ പരിശോധിക്കണമെന്ന് അറിയില്ല, ഇതിങ്ങനെ പരന്നു കിടക്കില്ല, നമ്മൾ എങ്ങോട്ടേക്ക് പോകേണ്ടത്. കാര്യം മനസ്സിലായി ക്യാപ്റ്റൻ അവരോട് സംസാരിക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല, തൽക്കാലം നിങ്ങൾ തിരിച്ചു വന്നേക്ക്. എനിക്കറിയാം ഈ ഒരു സമയത്ത് കടലിൽ പോയിട്ട് പരിശോധന നടത്തുക എന്നുള്ളത് എത്രയും ഹാർഡായിട്ടുള്ള കാര്യമാണെന്ന്. ഓക്കെ, എന്തായാലും നിങ്ങൾ തിരിച്ചു വന്നേക്കെന്ന് പറയണം. എന്തായാലും ഇതിനുശേഷം ക്യാപ്റ്റൻ വിളിക്കുന്നത് കൂപ്പറിന്റെ വൈഫിനെയാണ്. കാര്യം ഡയറക്റ്റ് ആയിട്ട് തന്നെ അവരോട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു
ക്ലൈമറ്റിൽ കടലിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ തേടി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു എന്ന് പറയാം. ചെറിയൊരു വിഷമത്തോട് കൂടിയിട്ടാണ് കൂപ്പറിന്റെ വൈഫ് ഇത് കേൾക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ നിക്കിന്റെ വൈഫായിട്ടുള്ള നൗള ആ സാധനം കണ്ടുപിടിക്കുകയാണ്, ആ പഴയ GPS മിഷൻ. ഇവര് വേഗം തന്നെ അതെടുത്ത് ഇവരെപ്പോഴും പോകാറുള്ള ആ ലൊക്കേഷന്റെ കോർഡിനേറ്റ് അതിന്റെ നമ്പർ ഇവർ കണ്ടുപിടിച്ച് അത് വേഗം തന്നെ ക്യാപ്റ്റന് കൊടുക്കുകയാണ്. ക്യാപ്റ്റൻ, നിങ്ങൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിലേക്ക് ഒന്നും കൂടെ ഒന്ന് പോയി നോക്കുക എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ക്യാപ്റ്റനും ആശ്വാസമാവുകയാണ്. കാരണം അങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഭാഗം മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ. മിക്കവാറും അവിടെ പോയാൽ അവരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും പറ്റും. അപ്പൊ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ ടീമിനോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ആ ലൊക്കേഷനിലേക്ക് പോകുന്നു പറഞ്ഞിട്ട്. വേഗം തന്നെ അവർ ആ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ നമുക്കൊരു 5 മിനിറ്റ് മതി അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി. ഓക്കെ, വേഗം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു പറയാണ്. സോ ഗാർഡുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോയി പരിശോധന ആരംഭിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ വെള്ളത്തിൽ പെട്ടെടുക്കുന്ന നമ്മുടെ പിള്ളേരെ കാണിക്കുകയാണ്. ശക്തമായ ആ ഒരു തിരമാലയിൽ ഇവരുടെ ബോട്ട് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരമാല വന്ന് അടിക്കുമ്പോൾ ഇവർ വെള്ളത്തിലേക്ക് വീഴും. പിന്നെയും എങ്ങനെയൊക്കെയോ അള്ളിപ്പിടിച്ച് ബോട്ടിന്റെ മുകളിലേക്ക് കയറും. എന്നാൽ 3 പേരും ഓക്കെ. പക്ഷെ കൂപ്പറിന്റെ കാര്യമാണ് ഏറ്റവും മോശം. അവന്റെ ബോധം ഏകദേശം പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവൻ വെള്ളത്തിലേക്ക് വീണ് താഴ്ന്നു പോവാതിരിക്കാൻ നിക്ക് ഈ നങ്കൂരിട്ട കയറുണ്ടല്ലോ അതിന്റെ ഒരു കഷ്ണം വെച്ച് അവന്റെ ബോഡിയിൽ കെട്ടിയിട്ട് പരമാവധി ആ ഒരു കയറിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലേക്ക് വീഴുമ്പോൾ വീണ്ടും അവൻ എങ്ങനെയെങ്കിലും ഒരു വിധം വലിച്ച് ബോട്ടിന്റെ മുകളിലേക്ക് കയറ്റും. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ച സമയത്ത് നിക്കിന്റെ കയ്യിൽ നിന്നും ആ കയറിന്റെ പിടുത്തം വിട്ടു പോവാണ് കേട്ടോ. അതായത് അവനെ കൊണ്ട് ആ കയർ പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്, ബോധമില്ലാതെ കിടന്നിരുന്ന കൂപ്പർ അവൻ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂപ്പർ ഏകദേശം മരിച്ചു കഴിഞ്ഞു. ഒരുവിധം ഇവർ രക്ഷപ്പെട്ട് ആ ഒരു ബോട്ടിന്റെ മുകളിലേക്ക് കയറിയിട്ട് അല്ലറി കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അങ്ങനെയായിരുന്നു, അത്രയും വലിയ കൂട്ടുകാരായിരുന്നു ഇവർ. അപ്പൊ കൂട്ടത്തിൽ ഒരാളെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഇവരെ കൊണ്ട് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഇവർക്കൊരു ചെറിയ പ്രതീക്ഷ എന്ന രീതിയിൽ ക്യാപ്റ്റൻ അയച്ച ആ ഒരു ഹെലികോപ്റ്റർ അത് മുകളിലൂടെ പോകുന്നത് ഇവർ കാണുന്നത്. 3 പേരും അല്ലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയും വലിയ ശബ്ദത്തിനിടയിൽ ഇവർ വിളിക്കുന്ന ആ ശബ്ദം മുകളിൽ നിൽക്കുന്ന ഗാർഡുകൾക്ക് കേൾക്കാൻ കഴിയോ? ഇല്ല, കേൾക്കാൻ കഴിയില്ല. കേട്ടില്ല. അവർ ആകെ നിരാശയായിട്ട് അവർ പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഫോൺ ഉണ്ടല്ലോ, ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി മുകളിലേക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ തിരിച്ചറിയാനായിട്ട് അതും മതിയാവില്ലായിരുന്നു. ഗാർഡുകളാണെങ്കിൽ മുകളിൽ വെച്ച് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നിക്കും സ്മിത്തും അതുപോലെ തന്നെ വില്ലും ആകെ തളർന്നു പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്മിത്ത് ബോഡി നല്ല ഫിറ്റ് ആയിട്ടുള്ള ആളാണല്ലോ. കൂപ്പറിന് എന്താണോ സംഭവിച്ചത് അത് തന്നെ സ്മിത്തിന്റെ ബോഡിക്കും സംഭവിക്കുകയാണ്. അതായത് ആ തണുപ്പ് അവന്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിൽ ബോഡി ഫാക്ട് ഉണ്ടെങ്കിൽ കുറച്ചു നേരമൊക്കെ ആ ഒരു തണുപ്പിന് നമുക്ക് തടുത്തു നിർത്താൻ കഴിയും. ബട്ട് ബോഡി ഫാക്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്മിത്തിനും കൂപ്പറിനും സംഭവിച്ചതുപോലെ തന്നെ ശരീരം ഇങ്ങനെ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേ നേരത്താണ് വലിയൊരു തിരമാല വന്ന് വീണ്ടും ഇവരുടെ ബോട്ടിൽ അടിക്കുന്നത്. അങ്ങനെ ഇവർ 3 പേരും വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ വീഴുകയാണ്. ഇതേ നേരം കൂപ്പറിന്റെ വൈഫിനെയും അതുപോലെ നിക്കിന്റെ വൈഫായിട്ടുള്ള നൗളയും കാണിക്കുകയാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതേ നേരത്താണ് ക്യാപ്റ്റൻ അവർ വിളിക്കുന്നത്. അതായത് ഈ രാത്രിയിൽ ഞങ്ങൾ കുറെ നോക്കി, പക്ഷെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, അത്രയും തിരമാലയും കാറ്റുമാണ്. നമ്മൾ നാളെ രാവിലെ നോക്കാന്ന് ഇവരോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപാട് 2 പേരുടെ മനസ്സൊന്ന് കാണുന്നുണ്ട്. എന്നാലും ധൈര്യത്തിൽ 2 പേരും ഒന്ന് പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റന് നാളെ രാവിലെ വരെ കാത്തിരിക്കാനും കഴിയുന്നില്ല. ചിലപ്പോൾ അവര് ജീവനോട് ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിലോ, നമ്മൾ കാത്തിരിക്കുകയാണെങ്കിലോ. ക്യാപ്റ്റൻ അപ്പൊ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും. കോസ്റ്റൽ ഗാർഡിന്റെ ഒരു ടീം ഉണ്ടല്ലോ, വലിയ ബോട്ടുമായിട്ട് അവർ നേരെ കടലിലേക്ക് ബോട്ടുമായിട്ട് സെർച്ചിങ്ങിന് പോകുന്നു പറയാണ്. അത്യാവശ്യം വലിയൊരു ബോട്ടാണ്. എന്നാലും ഈ സിറ്റുവേഷനിൽ ആ ബോട്ടുമായിട്ട് പോകാന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. എന്നാലും ക്യാപ്റ്റൻ ആ റിസ്ക് എടുക്കാൻ അവരോട് പറയുന്നുണ്ട്. എന്നാൽ അവർ എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും ആ രാത്രിയിൽ ഇവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. തിരമാലയും കാറ്റും മഴയും എല്ലാം ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ബോട്ടിന് മുകളിൽ ബോധമില്ലാതെ കിടക്കുന്ന നിക്കിനെയും അതുപോലെ തന്നെ വില്ലിനെയും ഇപ്പൊ കാണിക്കുകയാണ്. ബോധം വന്ന് 2 പേരും നോക്കുമ്പോൾ അവരുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന സ്മിത്തിനെ കാണാനില്ല. 2 പേരും ഉറക്കനെ വിളിച്ചു നോക്കിയാട്ടോ. പിന്നീട് മനസ്സിലായി ഇന്നലെ വന്ന ആ ഒരു വലിയ തിരമാലയിൽ അവൻ വെള്ളത്തിനടിയിലേക്ക് പോയിന്ന്. സോ ഇതോട് കൂടിയിട്ട് വില്ലാകെ തകർന്നു പോവാണ്. അവനിപ്പോ നിക്കിനോട് പറയണേ, എടാ നമ്മളെ 2 പേരെക്കാളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്രയോ ബലമുള്ളവരാണ് കൂപ്പറും അതുപോലെ തന്നെ സ്മിത്തും. അവർ ഇതുപോലെ ടയേർഡായി വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിനി എത്ര നേരം ഉണ്ടാവുകയാണ്. അപ്പോഴാണ് നമ്മുടെ നിക്ക് ആ ഒരു കാര്യം വില്ലിനോട് പറയുന്നത്, എടാ അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അതായത് കൂപ്പറിന്റെയും സ്മിത്തിന്റെയും ബോഡി നല്ല ഫിറ്റ് ആണ്. അവരുടെ ബോഡിയിൽ ഫാറ്റ് ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ആ ഒരു തണുപ്പ് എഫക്ട് ചെയ്തത്. നമ്മുടെ 2 പേരെയും ബോഡി അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഫാറ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടാണ് അവരെക്കാളും തണുപ്പിന് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നീ പ്രതീക്ഷ കൈവിടല്ലേ. അതുപോലെ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ജാക്കറ്റ് ഉണ്ടല്ലോ, ചുമ്മാ അന്ന് ഞാൻ ഇതിട്ടപ്പോൾ നീ എന്നെ കളിയാക്കിയെങ്കിലും ഇതാണ് ഒരു പരിധി വരെ എന്നെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെ നിനക്ക് പറ്റുമെങ്കിൽ ബോട്ടിന്റെ അടിഭാഗത്തേക്ക് ചെന്ന് ഇതുപോലെ ഒരെണ്ണം ഉണ്ട്, അത് നീ ഒന്ന് എടുത്തിട്ട് വാന്ന് പറയാണ്. സോ അതുകൊണ്ട് തന്നെ വില്ല് വേഗം വെള്ളത്തിനടിയിൽ പോയിട്ട് അത് എടുക്കാൻ നോക്കുമ്പോൾ മറ്റൊരു അപകടം. ഇവരുടെ ഈ ഒരു ചെറിയ ബോട്ട് ഉണ്ടല്ലോ, ഇതിനെ മുഴുവനായിട്ടും വട്ടം ചുറ്റിക്കൊണ്ട് നരഭോജി സ്രാവുകൾ, അതായത് വില്ലിന്റെ കാല് മുറിഞ്ഞായിരുന്നല്ലോ, അതിൽ നിന്നും കുറച്ചധികം രക്തം പുറത്തേക്ക് വന്നില്ലേ, അതിന്റെ ആ ഒരു സ്മെല്ല് എടുത്തുകൊണ്ടാണ് സ്രാവുകൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ 2 പേർക്കും പേടിയാവുകയാണ്. എന്നാൽ അതേ നേരം തന്നെ വെള്ളത്തിൽ പൊങ്ങിയും താണും കളിക്കുന്ന ആ ഒരു എന്താ പറയാ, ഇവർ കൊണ്ടുവന്ന ആ സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അത് കാണുകയാണ്. വെള്ളമില്ല, ഭക്ഷണവും ഇല്ല, കുറച്ചധികം മണിക്കൂറുകളായി. അതുകൊണ്ട് തന്നെ അത് കണ്ട സമയത്ത് ഇവർക്ക് വല്ലാതെ കൊതി തോന്നുകയാണ്. അത് എടുക്കണമെന്നുണ്ട്. പക്ഷെ സ്രാവുകളെ പേടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. എന്നാൽ ഇതേ നേരം തന്നെ ആ തിരകൾ ഇങ്ങനെ ഇളകി
ആ ഫുഡ് ഉണ്ടല്ലോ അത് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്കതിങ്ങനെ കണ്ട് നിരാശയാവുന്നുണ്ട്. കരച്ചിലാണോ സങ്കടാണോ എന്തൊക്കെയോ വന്നു പോവാണ് ഇവരുടെ ഉള്ളിൽ. ഇതേ നേരം തന്നെ ഇവർ 4 പേരും കടലിലേക്ക് പോയിട്ട് കുടുങ്ങിപ്പോയില്ലേ. ഇത് വലിയ വാർത്തയായിട്ടുണ്ട്. ഈ വാർത്തയെല്ലാം ക്യാപ്റ്റൻ കാണുന്നുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്ത് റിസ്ക് എടുത്തായാലും ശരി ഇവരെ രക്ഷപ്പെടുത്തണം. അതൊരു വാശിയായിട്ട് തന്നെ ഈ ക്യാപ്റ്റൻ കാണുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും നിക്കിനെയും വില്ലിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും ആ ഒരു ബോട്ടിന്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇടക്കിടക്ക് വലിയ തിരമാല വരും. ഇവരടിച്ച് വെള്ളത്തിലേക്ക് ഇടും. ഇവർ വീണ്ടും നീന്തി വന്ന ആ ഒരു ബോട്ടിലേക്ക് കയറും. ഇതിങ്ങനെ റിപ്പീറ്റ് ആവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിക്ക് പറയുന്നത് എടാ നമ്മളിങ്ങനെ പുറത്തേക്ക് വീഴുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ടയേർഡ് ആവുന്നത്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബോഡി ഈ ഒരു ബോട്ടിന്റെ പ്രൊപ്പലർ ഉണ്ടല്ലോ അതിലേക്ക് കൂട്ടി കണക്ട് ചെയ്ത് വെക്കാം. അതായത് നമ്മുടെ ബോഡി അതിലേക്ക് കെട്ടി വെക്കാന്ന് പറയാണ്. പിന്നീട് നിക്കും വില്ലും അതുപോലെ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരമാലകൾ വന്നിട്ട് ഇവരുടെ ദേഹത്ത് അടിക്കുമ്പോഴും ഇവർ വെള്ളത്തിലേക്ക് വീഴുന്നില്ല. വീണാൽ തന്നെ ബോട്ടിന്റെ അരികിൽ തന്നെ വീണ് കിടക്കുകയാണ്. സോ അതുകൊണ്ട് ഇവരുടെ ബോഡി വല്ലാതെ ടയേർഡ് ആവുന്നില്ല. ഇതേ നേരം തന്നെ ക്യാപ്റ്റന്റെ ഓഫീസിലേക്ക് നൗളയും അതുപോലെ തന്നെ നിക്കിന്റെ അമ്മയായിട്ടുള്ള മാർസിയും വന്നിട്ടുണ്ട്. മാർസി ചോദിക്കുകയാണ് ക്യാപ്റ്റൻ നിങ്ങൾ എന്തേ കാണിക്കുന്നത്? എത്ര മണിക്കൂറുകളായി എന്റെ മക്കൾ പോയിട്ട് കടലിൽ പെട്ടുകിടക്കുന്നത്? നിങ്ങൾ സെർച്ച് ചെയ്യുന്നില്ലേ? നിങ്ങൾ എന്താ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ? ഈ സമയത്ത് ക്യാപ്റ്റൻ പറയാണ് മാഡം നിങ്ങൾ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. 200ഓളം ഗാർഡുകളാണ് കടലിലേക്ക് പോയിരിക്കുന്നത്. പോരാത്തതിന് ഒരു ഹെലികോപ്റ്ററും ഒരു ജെറ്റും. മാഡം ഞങ്ങളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ ഞങ്ങൾ അത്രത്തോളം ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും അത് മനസ്സിലാക്കണം. പക്ഷേ മകന് നഷ്ടമാകും എന്നുള്ള ആ ഒരു പേടിയുള്ള ആ അമ്മയുടെ വികാരം അത് ക്യാപ്റ്റന് മനസ്സിലാക്കണ്ടേ. ഒരു ഇച്ചിരി വിഷമത്തിലെ മാർസി പറയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മക്കളൊന്ന് രക്ഷപ്പെടുത്തുന്നത്. ക്യാപ്റ്റൻ അത് മനസ്സിലാക്കിയിട്ട് പറയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന്? ഇപ്പൊ മാർസി പറയാണ് ഇല്ല അവൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവില്ല. ആരെങ്കിലും വരുന്നേം കാത്ത് അവരവിടെ കാത്തിരിക്കുന്നുണ്ടാവും. സോ മാർസിയുടെ ആ ഒരു വാക്കുകൾ കൂടെ കേട്ടപ്പോൾ ക്യാപ്റ്റൻ പറയാണ് കുറച്ചുകൂടെ ടീമിനെ കടലിലേക്ക് അയക്ക്. ഇനി എന്തെന്നെ സംഭവിച്ചാലും ശരി റെസ്ക്യൂ മിഷൻ ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. അതിന് എന്ത് റിസ്ക് എടുത്തിട്ടായാലും ശരി. ക്യാപ്റ്റനും കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. സോ കുറച്ചധികം ഹെലികോപ്റ്റേഴ്സ് വീണ്ടും അയക്കുകയാണ്. എന്നാൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവർ നേരത്തെ ഉണ്ടായിരുന്ന ലൊക്കേഷനിലല്ല ഇപ്പൊ കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ബോട്ട് ആ നങ്കൂരത്തിൽ നിന്ന് കണക്ഷൻ വിട്ടത് കൊണ്ട് തന്നെ തിരമാലയുടെ ആ ഒരു ഓളത്തിൽപ്പെട്ട് ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. സോ നങ്കൂരത്തിൽ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു എന്താ പറയാ ഗാർഡുകൾക്ക് ഇവരെ നേരത്തെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അവർ ആ കറക്റ്റ് കോർഡിനേഷൻ വന്നിട്ട് അവിടെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ നിന്നൊക്കെ ഇവർ ഒരുപാട് നീങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഗാർഡുകൾക്ക് ഇവരെ വീണ്ടും തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ടഫായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ നിക്കിനെയും വില്ലിനെയും കാണിക്കുകയാണ്. വില്ലിന് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഏകദേശം 30 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ ആ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ ബോട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് കുറച്ച് ചിപ്സും വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. നിക്കിനും കൊടുക്കുകയാണ്. രണ്ടുപേരും അത് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഇച്ചിരി എനർജി എല്ലാം ബോഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താണ് വില്ല് ഒരു കാര്യം കാണുന്നത്. അവനാകെ ഞെട്ടിപ്പോയി. മാത്രമേ വല്ലാത്തൊരു സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വില്ല് കണ്ടത് ഒരു ലൈറ്റ് ഹൗസ് ആണ്. അതിനർത്ഥം അവരുടെ ഒരു ബോട്ട് ഓളത്തിൽപ്പെട്ട് ഇപ്പൊ വന്നു കിടക്കുന്നത് ഏകദേശം തീരത്തോടടുത്താണ്. നിക്കിനും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും തീരത്തോടടുത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഫോണിൽ റേഞ്ച് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. വേഗം ഫോൺ എടുത്ത് എമർജൻസി നമ്പറിലേക്ക് വിളിക്കാൻ നോക്കുമ്പോൾ അപ്പോഴും റേഞ്ച് കിട്ടുന്നില്ല. അപ്പൊ നിക്ക് ചോദിക്കാണ് അല്ലടാ ചിലപ്പോ ഇത് നമുക്ക് വെറും തോന്നലായിരിക്കോ ഒരു ഹാലൂസിനേഷൻ ആയിരിക്കോ? അപ്പൊ വില്ല് പറയാണ് എടാ ഹാലൂസിനേഷൻ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുപോലെ തോന്നില്ലല്ലോ. ചിലപ്പോൾ ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ടെങ്കിലോ? ഇനിയും ഈ ഒരു ബോട്ടിൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നഷ്ടമാവും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ കരയിലേക്ക് നീന്തിയാലോ? വില്ല് പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് ഇപ്പൊ വില്ലിന്റെ കൂടെ നിക്കും നേരെ കരയിലേക്ക് നീന്താൻ തുടങ്ങുകയാണ് കേട്ടോ. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് ഇവര് പോയി. കുറച്ചധികം ദൂരം മുന്നോട്ടേക്ക് പോയി. പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ ലൈറ്റ് ഹൗസ് അവിടെ ഇല്ല. ഇനിയിപ്പോ ഡയറക്ഷൻ മാറിയതാണോ? ദിശ മാറി ഇവര് നീന്തിയതാണോ? അതുമല്ല. അവിടെ വെച്ച് അവർ ആ സത്യം മനസ്സിലാക്കുകയാണ്. ഇവര് കണ്ട ആ ലൈറ്റ് ഹൗസ് അത് അവിടെ ഇല്ല. അത് വെറും ഒരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. ഇവർ തീരത്തോടൊന്നും അടുത്തിട്ടേ ഇല്ല. കടലിന്റെ നടുവിൽ എവിടെയോ പെട്ടുകിടക്കുകയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു അപകടമുണ്ട്. ഇത്രയും നേരം ഇവർ സേഫായി നിന്നത് തന്നെ ആ ബോട്ട് ഉള്ളത് കൊണ്ടാണ്. അതിന്റെ മുകളിൽ അള്ളി പിടിച്ചിരുന്നത് കൊണ്ടാണ്. ഇപ്പൊ ആ ബോട്ട് എവിടെയാണ് അതും കാണുന്നില്ല. എന്ത് ചെയ്യും? രണ്ടുപേരും ആകെ പകച്ചു പോവാണ്. മരണം രണ്ടുപേരും മുന്നിൽ കണ്ടു എന്ന് പറയാലോ. എന്നാൽ ഭാഗ്യം ഇപ്പോഴും അവരുടെ കൂടെയുണ്ട്. ആ ഓളത്തിൽപ്പെട്ട് അവരും അതുപോലെ തന്നെ ആ ഒരു ബോട്ടും വീണ്ടും അടുത്തടുത്ത് വരികയാണ്. വേഗം തന്നെ അതിലേക്ക് ഇവർ വലിഞ്ഞു കയറുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും വില്ല് ഏകദേശം തീർന്നിരുന്നു. അവന്റെ ഉള്ളിലേക്ക് തണുപ്പ് കയറി. ശരീരം മുഴുവൻ ടയേർഡായി. ഒരു വിധത്തിൽ അവനിപ്പോ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ആ ഒരു ബോട്ടിന്റെ മുകളിലേക്ക് കയറ്റുന്നുണ്ട്, കിടത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ക്യാപ്റ്റനെ കാണിക്കുകയാണ്. അയാൾക്ക് ആകെ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയ ടീമിനെ അയച്ചു, ഇത്രയും സെറ്റപ്പ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഈ കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. സോ ആളാകെ ഒരു വിഷമത്തിലാവുകയാണ്. ഇതേ നേരം തന്നെ നിക്കിനെയും വില്ലിനെയും കാണിക്കുന്നുണ്ട്. അതായത് വില്ലിന്റെ ബോഡി ഏകദേശം ടയേർഡായി തുടങ്ങി കേട്ടോ. അതായത് എങ്ങനെയാണോ കൂപ്പറിനും സ്മിത്തിനും സംഭവിച്ചത് അതേ അവസ്ഥ തന്നെ. ഇപ്പൊ വില്ല് വിറച്ചുകൊണ്ട് തന്നെ നിക്കിനോട് പറയാണ് എടാ ഞാനിപ്പോ മരണം കൺമുന്നിൽ കാണുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഞാൻ അവൾ ആദ്യം വേണ്ടാന്ന് വെച്ചു. പിന്നെ എന്തോ അവൾ തന്നെയാണ് എന്റെ ലൈഫിലേക്ക് എനിക്ക് പറ്റിയ ഏറ്റവും നല്ല ആളെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളോട് ഇഷ്ടം പറഞ്ഞു. ഞാൻ അവളെ കല്യാണം കഴിക്കാതിരിക്കായിരുന്നടാ. പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് അവൾ എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അതുപോലെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടടാ. സ്വപ്നം കണ്ട ലൈഫ് എന്റെ കൈവിട്ടു പോവാടാ. അതുപോലെ എന്റെ അച്ഛനും അമ്മയും നീ അവരോടൊന്ന് സംസാരിക്കണം കേട്ടോ. നീ അവരോടൊന്ന് പറയണം. എനിക്ക് അവരുടെ കൂടെ ഒരുപാട് കാലമൊന്നും ഒരുപാട് നല്ല സമയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എനിക്കതൊന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അതായത് ഏകദേശം മരണം കൺമുന്നിൽ കണ്ട് അവന്റെ എല്ലാ ഹോപ്പും നഷ്ടമായി. എന്താണ് സ്മിത്തിനും കൂപ്പറിനും സംഭവിച്ചത് അത് തന്നെ അവന് വരുന്ന പറഞ്ഞിട്ട് അവൻ ആ ഒരു ഇതിലങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ശരീരത്തിലെ കെട്ട്
കെട്ടുകൾ അവൻ അഴിച്ചു കളയാണ്. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, പിന്നെ വെറുതെ എന്തിനാ ഈ കെട്ടൊക്കെ എന്റെ മേത്തെന്ന് പറഞ്ഞിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ പോലെ അവനത് ഊരിക്കളയാണ്. എന്നാൽ പരമാവധി നിക്ക് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കെട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും കെട്ട് ലൂസായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു തിരമാല വീണ്ടും വന്നടിക്കുകയാണ്. ആ തിരയിൽപ്പെട്ട് വില്ല് എങ്ങോട്ടോ തെറിച്ചു പോകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊന്നും നീന്തി വരാനുള്ള ആരോഗ്യമോ അല്ലെങ്കിൽ ഒരു ഊർജ്ജമോ മനസ്സിന് ശക്തി ഒന്നും അവന് ഉണ്ടായിരുന്നില്ല. എന്താണോ കൂപ്പറിന് സംഭവിച്ചത്, എന്താണോ സ്മിത്തിന് സംഭവിച്ചത്, അത് തന്നെ വില്ലിന് സംഭവിക്കുകയാണ്. കടലിന്റെ ആഴങ്ങളിലേക്ക് അവനും താന്നു പോവുകയാണ്. അങ്ങനെ കൂടെ വന്ന 3 പേരുടെയും മരണത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ട് നിക്ക് അവൻ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അവനെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു വില്ലന്റെ കൂടെ മരണം. താങ്ങാൻ പറ്റിയില്ല. അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിക്കിപ്പോ. ദൈവത്തിന് ഉറക്കെ വിളിക്കുന്നുണ്ട്, ദൈവമേ ദൈവമേ, എന്തിനാണ് എനിക്കുള്ളതെല്ലാം തട്ടിയെടുക്കുന്നത്? അതിന് മാത്രം എന്ത് പാപം ഞാൻ ചെയ്തത്? അവിടെ കിടന്ന് അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക്. കാരണം ഏറ്റവും പ്രിയപ്പെട്ട, ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട 3 പേരെയാണ് അവന് നഷ്ടമായത്. കൂപ്പറിനെയും സ്മിത്തിനെയും വില്ലിനെയും. അവനാണെങ്കിൽ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും തളർന്നിരിക്കുകയാണ് അവൻ. ഇതേ നേരം തന്നെ ക്യാപ്റ്റൻ അയാൾ ആകെ ഡിപ്രസ് ആയി നിൽക്കുകയാണല്ലോ. അയാളോടും അയാളുടെ കൂടെയുള്ളവരോടും പറയാണ്, അതായത് കടലിൽ അവരിപ്പോഴും കാത്തു നിൽക്കുന്നുണ്ടെങ്കിലോ, അവരിപ്പോഴും ജീവനോട് ഉണ്ടെങ്കിലോ അവർ നമ്മളെ കാത്തിരിക്കുകയായിരിക്കില്ലേ? അപ്പൊ നമ്മളുടെ ഹോപ്പ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? നമ്മൾ തളരരുത്, അവരെ തേടി നമ്മൾ പോയിരിക്കണം. ക്യാപ്റ്റൻ വീണ്ടും നല്ലൊരു ടീമിനെ കൂടെ വീണ്ടും അയക്കുകയാണ്. വലിയ വലിയ കപ്പലുകളുമായിട്ട് വീണ്ടും മറ്റൊരു ടീം കടലിലേക്ക് ഇറങ്ങി കേട്ടോ. ഇതേ നേരം തന്നെ നിക്കിന്റെ ഫോണിലേക്ക് നൗള ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. നിക്ക്, ഈ മെസ്സേജ് നീ കേൾക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു കാരണവശാലും ഈ ലോകത്തെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോകരുത്. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവളാ ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. ദയവ് ചെയ്ത് നീ വരണം കേട്ടോ, എന്നെ ഒറ്റയ്ക്കാക്കരുത്. കരഞ്ഞുകൊണ്ടാണ് അവൾ ആ ഒരു മെസ്സേജ് അയക്കുന്നത്. സോ ഈ മെസ്സേജ് അയക്കുന്നത് നിക്കിന്റെ അമ്മ മാർസിയെ കാണുന്നുണ്ട്. മാർസിയ വന്നിട്ട് ഇപ്പൊ നൗളെ കെട്ടിപ്പിടിക്കുകയാണ്. മോളെ വിഷമിക്കേണ്ട, അവൻ എന്തായാലും വരും. ഞാൻ ദൈവത്തോട് അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ. ഇതേ നേരത്തെ തന്നെ നിക്കിനെ കാണിക്കുകയാണ്. ആ ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ അതിലിങ്ങനെ അള്ളിപ്പിടിച്ച് അവനിങ്ങനെ ഇരിക്കുകയാണ്. അവനിങ്ങനെ സുബോധമില്ലാതെ ഇങ്ങനെ പറയുന്നുണ്ട്, നൗള അമ്മ, ഞാൻ എന്തായാലും വരും. ആ സമയത്താണ് അതിലൂടെ പോകുന്നൊരു ഷിപ്പിന്റെ ശബ്ദം അവനക്ക് കേൾക്കാൻ പറ്റുന്നത്. വേഗം തന്നെ ആ ഒരു ഉഷാറിൽ ചാടി എഴുന്നേറ്റ് ഉറക്കൻ അലറി വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ഏകദേശം 40-45 മണിക്കൂർ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഈ തണുപ്പത്ത് കിടന്ന് വിറങ്ങലിച്ച് കിടക്കുകയാണ്. അവന്റെ വായിന്ന് ശബ്ദം വരുന്നില്ല. ഉറക്കനൊന്നും അലറാൻ പോലും ഇപ്പൊ കഴിയുന്നില്ല. ഇതേ നേരം നൗളയും മാർസിയും കാണിക്കുകയാണ്. രണ്ടുപേരും വീടിന്റെ പുറത്തേക്ക് വന്നിരുന്ന് ആകാശത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും വരും മോളെ, അവൻ എന്തായാലും വരും, എന്റെ മോൻ തിരിച്ചു വരും. മാർസിക്ക് അത്രയും കോൺഫിഡന്റ് ആയിരുന്നു കേട്ടോ. നിക്ക് തിരിച്ചു വരുമെന്ന് ഇപ്പൊ നിക്കിനെ കാണിക്കുകയാണ്. നിക്ക് ഇങ്ങനെ എന്താ പറയാ, ഒരു ബോധമില്ലാതെ പറയുന്നുണ്ട്, ഞാൻ വരും, ഞാൻ എന്തായാലും എന്റെ ഭാര്യ അമ്മയും കാണും, ഞാൻ അവരുടെ അടുത്തേക്ക് പോകും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ആ ഒരു പ്രൊപ്പറിലേക്ക് അള്ളി പിടിച്ച് പതിയെ അവന്റെ ആ ഒരു ബോധം അത് നഷ്ടമാവുകയാണ്. അതിനിടയിൽ അവന്റെ പല ഓർമ്മകളും അവന്റെ മൈൻഡിൽ വന്നു പോകുന്നുണ്ട്. കൂപ്പറിന്റെ കൂടെയുള്ളയും സ്മിത്തിന്റെ കൂടെയുള്ളയും വില്ലിന്റെ കൂടെയുള്ളയും ആ ഒരു നല്ല സമയം, നല്ല നിമിഷങ്ങൾ, ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമയമായിരുന്നു അതൊക്കെ അവന്റെ മൈൻഡിലൂടെ ഇപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ്. പിന്നീട് അവൻ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാണ്. അവർ 3 പേരും മരണപ്പെട്ടു പോയി. എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഇനി ആരും വരാനും പോകുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. സോ ആ ഒരു മരണം 2 കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് ഉള്ളിലെ ഭയം എല്ലാം ഉപേക്ഷിച്ച് അവൻ 2 കണ്ണുകളെ അടച്ച് ആ ബോട്ടിന്റെ മുകളിൽ അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഇതേ നേരത്ത് അവന് ഭാഗ്യമുണ്ടായി. കടല് ശാന്താവുകയാണ്. കാർമേഘങ്ങളെല്ലാം പോയി, കാറ്റുപോയി, മഴയും പോയി. അവിടെ സെർച്ചിങ്ങിന് വന്ന ഗാർഡുകൾക്ക് ഇപ്പൊ കടൽ നല്ല വൃത്തിയായിട്ട് കാണാൻ കഴിയും. അങ്ങനെ കപ്പലുള്ള ഒരു ഗാർഡ് അത് കാണുകയാണ്. അതായത് ബോധമില്ലാതെ കിടക്കുന്ന കൂപ്പറല്ല, നമ്മുടെ നിക്കിനെ കാണുകയാണ്. ഇടയ്ക്ക് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവും. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടാ. സോ ഈ ഒരു വിവരം വേഗം തന്നെ ക്യാപ്റ്റനെ അറിയിക്കുകയാണ് കേട്ടോ. ക്യാപ്റ്റന് സന്തോഷം കൊണ്ട് കരച്ചിൽ വരെ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ടീമിനെ, ഒരു ഹെലികോപ്റ്ററിനെ അങ്ങോട്ടേക്ക് അയക്കാൻ പറയാണ്. ഒരു ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ചെറിയൊരു ലൈഫ് ബോട്ടും എല്ലാം കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് വേഗം തന്നെ നമ്മുടെ നിക്കിനെ രക്ഷപ്പെടുത്തുകയാണ്. ആ ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഭക്ഷണമില്ല, വെള്ളമില്ല, ഉറക്കമില്ലാതെ ഇവരിവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ 3 പേര് മരണപ്പെട്ടെങ്കിലും ഒരാളെങ്കിലും ഇവർക്ക് ജീവനോട് രക്ഷിക്കാൻ പറ്റിയല്ലോ. ആ സന്തോഷം ഉണ്ട് അവർക്കൊക്കെ. പിന്നീട് ഈ രക്ഷപ്പെട്ട ആള് നിക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ഫാമിലി ഈ കാര്യം അറിയിക്കുന്നുണ്ട്. നൗളയും മാർസിയും അത് കേട്ട സമയത്ത് അവർക്കുണ്ടായ ആ ഒരു സന്തോഷം എന്തോ പോയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു നൗളക്കെല്ലാം. എന്നാൽ കൂപ്പറിന്റെ ഭാര്യയും കുട്ടിയും അവർക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം കൂപ്പർ മരിച്ചുപോയല്ലോ. ഒരു ബുക്കിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മകളോട് പോലും ആ ഒരു കാര്യം പറയാൻ കഴിയാതെ ആ സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിനു ശേഷവും 3 ദിവസത്തോളം ആ ഏരിയ മുഴുവനായിട്ടും കോസ്റ്റ് ഗാർഡുകൾ അരിച്ചു പെറുക്കി. പക്ഷെ ഇവരുടെ 3 പേരുടെയും ഡെഡ് ബോഡി കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ തിരച്ചിൽ നിർത്തുകയാണ്. പിന്നെ സിനിമയുടെ അവസാനം നമ്മുടെ നിക്കിനെ കാണിക്കുകയാണ്. മനഃശക്തി അതൊന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. നരകതുല്യമായ ആ കുറച്ച് മണിക്കൂറുകൾ ശരിക്കും നിക്കിനെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു അതൊക്കെ. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതൊരു കഥയല്ല മക്കളെ, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ദാ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ, കൂപ്പർ, സ്മിത്ത്, വില്ല്, നിക്ക് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു കഥയെ ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്രത്തോളം ഭീകരമായിരിക്കും, എത്രത്തോളം ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അവരൊന്ന് നിക്കൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, എന്തായാലും കഥ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ്
കമന്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. അതുപോലെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. ആദ്യത്തെ പോലെ വ്യൂസ് അങ്ങ് സെറ്റായി വരുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.